ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വലിയൊരു ഗുസ്തിയൊക്കെ കഴിഞ്ഞ് വിനീതും ഗംഗയും ഒന്നായി. മാലയൊക്കെ ഇട്ട് വരനും വധുവും ബന്ധുക്കളും നടന്നു തുടങ്ങവേ എതിരെ നിന്നും സുജാതയും വിനീതിന്റെ പെങ്ങളും ക്ഷേത്രത്തിൽ എത്തുന്നു. വിനീത് സുജാതയെ കണ്ടതും അമ്മേ എന്ന് പറഞ്ഞ് കാൽക്കൽ വീണു. തൊട്ടുപോകരുത് തന്നെ, ആരടാ നിന്റെ അമ്മ? ദേ എല്ലാവർക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ്. എന്റെ മകൻ വിനീത് കുറച്ചു സമയം മുമ്പ് മരിച്ചുപോയി. മരണാനന്തര ചടങ്ങ് ഇന്നേക്ക് 16ാമത്തെ ദിവസം വീട്ടുമുറ്റത്ത് നടക്കും എന്നുറക്കെ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. ഇങ്ങനെ മുന്നും പിന്നുമുള്ള സുജാതയുടെ പറച്ചിൽ തീരെ ശരിയാവില്ല, പ്രത്യേകിച്ച് പ്രായമായ അച്ചമ്മയുള്ളപ്പോൾ. വീണ്ടും സുജാത തുടർന്നു. ഇന്നേക്ക് 16ാം ദിവസം ഇരിക്കപ്പിണ്ടം വെക്കുമ്പോൾ അമ്മയ്ക്കും വരാം, വന്ന് ശാപ്പാടും കഴിച്ച് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് കൊടുങ്കാറ്റുപോലെ അവിടെ നിന്നും പോയി. വീട്ടിലെത്തിയ വിനീതിനെയും ഗംഗയെയും ആരതിയൊഴിഞ്ഞ വിളക്ക് കൊളുത്തി വലതുകാൽ വെച്ച് ഗംഗ വീട്ടിൽ കയറി. അച്ചമ്മയ്ക്ക് സന്തോഷമായി. നിവിനോട് പറയുന്നത്, നല്ല മോന, ഈ വീട്ടിലെ ഒരംഗത്തെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതിന് പകരമായി മോന് ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിവിൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കാവേരിയെ മതി എന്ന്. ഗംഗയാണെങ്കിലോ വിളക്ക് അരവിന്ദന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ച് തൊഴുതു നിൽക്കുന്നു. അത് കഴിഞ്ഞ് പാലും പഴവും കൊടുത്ത് നിവിൻ എല്ലാവരുടെയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് അച്ചമ്മ അവർക്ക് മണിയറ ഒരുക്കാൻ ശാരദയെ ഏർപ്പാടാക്കുന്നു. രാത്രി ഗംഗയ്ക്ക് ഇപ്പോഴും വിനീതിനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. മനസ്സ് തുറന്ന് പെരുമാറുന്നില്ല. നേരം വെളുത്തു. രാജേശ്വരി നിവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഒരു കള്ളക്കല്യാണം നടന്നു എന്നറിഞ്ഞു. നീയും ഉണ്ടായിരുന്നു അല്ലേ? ഇനി മേലാൽ ആ വീടുമായി നിനക്ക് ഒരു ബന്ധവും പാടില്ല എന്ന് രാജേശ്വരി നിവിനെ വിലക്കുന്നു. നിവിൻ അതനുസരിക്കാൻ പറ്റില്ലല്ലോ, കാരണം തൻ്റെ മനസ്സു നിറയെ കാവേരിയല്ലേ. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.